അസദ് ഭരണകൂടം നിലംപതിച്ചതിന് പിന്നാലെയാണ് സിറിയയിലേക്ക് മാരകമായ ആക്രമണം ഇസ്രായേലി സേന നടത്തിയത്. 48 മണിക്കൂർ നീണ്ടുനിന്ന പല വിധത്തിലുള്ള ആക്രമണങ്ങൾ, വ്യോമാക്രമണം, നാവികാക്രമണം, കരമാർഗമുള്ള ആക്രമണം. ഈ ആക്രമണത്തിലൂടെ സിറിയയ്ക്ക് വരുത്തിയത് വൻ നാശനഷ്ടമാണ്. ഒരു യുദ്ധമില്ലാതെ ഒരു ശത്രു രാജ്യത്തെ സമ്പൂർണമായി തീർത്തിരിക്കുന്നു ഇസ്രായേലി സേന. ഇതാണ് ഇസ്രായേലി സേന ഉദ്ദേശിച്ചതും. സിറിയ എന്ന രാജ്യത്തിൻ്റെ ഭരണം ആര് പിടിച്ചെടുത്താലും എല്ലാ കാലത്തും സിറിയ ഇസ്രായേലിന് ഒരു ഭീഷണി തന്നെയായിരുന്നു. പ്രത്യേകിച്ച് അസദ് ഭരണകൂടം കാലിടറുകയും അസദ് ഭരണകൂടത്തെ അട്ടിമറിക്കുകയും ചെയ്ത് വിമത സേന, പ്രത്യേകിച്ച് ഇസ്ലാമിക് സ്റ്റേറ്റിന് വലിയ സ്വാധീനമുള്ള വിമത സേന സിറിയയിൽ അധികാരം പിടിച്ചാൽ അത് ഏതു തരത്തിലായാലും ഇസ്രായേലിന് തലവേദന തന്നെയാണെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് സിറിയയിലേക്ക് ഇനി ഒരു യുദ്ധത്തിൻ്റെ ആവശ്യമില്ലാതെ സിറിയയെ സമ്പൂർണ്ണമായി തകർക്കാനുള്ള മാസ്റ്റർ പ്ലാൻ ഇസ്രായേൽ തയ്യാറാക്കിയത്. അമേരിക്കയുടെ പരിപൂർണമായ പിന്തുണയോടുകൂടിയായിരുന്നു ആ മാസ്റ്റർ പ്ലാൻ ഇസ്രായേൽ നടപ്പാക്കിയതും. സത്യത്തിൽ സിറിയയുടെ ആയുധപ്പുര കത്തിക്കുകയായിരുന്നു, സിറിയയുടെ പ്രതികരണശേഷി ഇല്ലാതാക്കുകയായിരുന്നു ഇസ്രായേൽ ലക്ഷ്യമിട്ടത്. 2 കാര്യങ്ങളാണ് ഇസ്രായേൽ ഈ ആക്രമണത്തിലൂടെ നടപ്പാക്കിയതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ പറയുന്നു. ഒന്ന്, വൻതോതിലുള്ള ആയുധങ്ങളാണ് സിറിയയുടെ പക്കലുണ്ടായിരുന്നത്. അതായത് കഴിഞ്ഞ 10 വർഷക്കാലം കള്ളപ്പണത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ വിൽപ്പനയിലൂടെ ഉണ്ടാക്കിയ കോടിക്കണക്കിന് രൂപ കൊണ്ട് വൻ ആയുധ ശേഖരമാണ് സിറിയ വാങ്ങിക്കൂട്ടിയത്. പ്രത്യേകിച്ച് ഇറാനിൽ നിന്ന്, മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന്. ഈ ആയുധങ്ങളുടെ വലിയൊരു പങ്ക് ഹിസ്ബുള്ള, ഹൂതികൾ, ഹമാസ് അടക്കമുള്ള ഭീകര സംഘടനകൾക്ക് വിൽപ്പന നടത്തുന്നു. മറ്റ് ആയുധങ്ങളൊക്കെ തന്നെ സിറിയ ശേഖരിച്ചു വയ്ക്കുന്നു. റഷ്യയിൽ നിന്ന് വ്യോമപ്രതിരോധ സംവിധാനത്തിൻ്റെ ഏറ്റവും ആധുനികമായ വെർഷൻ തന്നെ സ്വന്തമാക്കി. MiG-25ഉം MiG-29ഉം നിരവധി എണ്ണം കഴിഞ്ഞ കാലങ്ങളിൽ സിറിയ വാങ്ങിക്കൂട്ടി. അങ്ങനെ ആയുധ ശേഖരം വൻതോതിൽ സിറിയയുടെ പക്കലുണ്ടായിരുന്നു. വിമതസേന സിറിയയുടെ ഭരണം പിടിക്കുന്നതോടുകൂടി ഈ ആയുധ ശേഖരത്തിൻ്റെ കസ്റ്റോഡിയൻ വിമതസേനയായി മാറും. ആ വിമതസേന ഇത് പലതരത്തിൽ ദുരുപയോഗം നടത്താൻ സാധ്യതയുണ്ട്. അത് ഇസ്രായേൽ ഭയപ്പെട്ടിരുന്നു. മറ്റൊരു പ്രധാന കാരണം ഈ ആയുധ ശേഖരങ്ങളുടെ വലിയൊരു പങ്ക് ഇപ്പോഴും കസ്റ്റഡിയിൽ വച്ചിരിക്കുന്നത് സിറിയയുടെ ലെബനൻ അതിർത്തിയിലുള്ള ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ നിയന്ത്രണത്തിലാണ്, ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലാണ്, ഇസ്ലാമിക് റെസിസ്റ്റൻസിൻ്റെ നിയന്ത്രണത്തിലാണ്, അതുപോലെ മറ്റ് ഇസ്ലാമിക് സംഘടനകളുടെ, ഭീകരവാദികളുടെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ ഏത് നിമിഷവും ഈ ആയുധങ്ങളുടെ വലിയൊരു പങ്ക് ഇറാൻ അടിച്ചു മാറ്റാൻ സാധ്യതയുണ്ട്. ഇറാൻ ഈ ആയുധങ്ങളെ കൊള്ളയടിക്കാൻ സാധ്യതയുണ്ട്. ഇതും ഇസ്രായേലിൻ്റെ ഒരു ഭയമായിരുന്നു. അപ്പോൾ ഈ ആയുധങ്ങൾ അവിടെ ഉണ്ടാകരുത്. സിറിയൻ ഭരണകൂടം, അസദ് ഭരണകൂടം നിലം പതിച്ചിരിക്കുന്നു. അതിനിടയിലുള്ള പ്രതിസന്ധി നിറഞ്ഞ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ നമുക്കിനിയുള്ളൂ. ആ സമയം കൊണ്ട് അസദ് ഭരണകൂടത്തിൻ്റെ കസ്റ്റഡിയിലുള്ള വൻതോതിലുള്ള ആയുധ ശേഖരം നശിപ്പിക്കണം. ഇതായിരുന്നു ഇസ്രായേൽ ലക്ഷ്യമിട്ടത്. ആ ഓപ്പറേഷനിൽ അവർ പരിപൂർണമായി വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നിസാരമെന്ന് കരുതിയ ആയുധങ്ങളല്ല ഇസ്രായേൽ തകർത്തത്. ഇനി ഇത്തരത്തിലൊരു ആയുധശേഷി സിറിയയ്ക്ക് വീണ്ടെടുക്കണമെങ്കിൽ ചുരുങ്ങിയത് 10 വർഷത്തിലധികം നീണ്ട പ്രയത്നം വേണം. ആ പ്രയത്നം മാത്രം പോരാ, 100 കണക്കിന് മില്യൺ ഡോളർ ചെലവഴിച്ചാൽ മാത്രമേ ഈ ആയുധശേഷി ഇനി സിറിയയ്ക്ക് വീണ്ടെടുക്കാനാകൂ. അവിടെയാണ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൻ്റെ ആ ഗൗരവവും ഇസ്രായേൽ എത്രമാത്രം തന്ത്രപ്രധാനമായ കേന്ദ്രത്തിലാണ് അടിച്ചിരിക്കുന്നത് എന്നതിൻ്റെ വ്യാപ്തിയും മനസ്സിലാകുകയുള്ളൂ. ചുരുക്കത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു പോകാം. എത്രമാത്രം നാശനഷ്ടമാണ് സിറിയയ്ക്ക് ഈ ആക്രമണത്തിലൂടെ, 2 ദിവസത്തെ ആക്രമണത്തിലൂടെ ഇസ്രായേൽ വരുത്തി വച്ചത് എന്ന്. സിറിയയുടെ ഏറ്റവും പ്രമാദമായ ഡിഫൻസ് സിസ്റ്റം, ആ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് റഷ്യ നൽകിയ SA-5ഉം അതുപോലെ തന്നെ S-300 മിസൈൽ സംവിധാനങ്ങളുമാണ്. അത്തരത്തിൽ 100 കണക്കിന് ബാറ്ററികൾ, എയർ ഡിഫൻസ് ബാറ്ററികൾ സിറിയയ്ക്കുണ്ടായിരുന്നു. ഇവയെല്ലാം തന്നെ നൽകിയത് റഷ്യയായിരുന്നു. ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബാറ്ററികളെയും ഈ SA-5, SA-300
മിസൈലുകളെയും, അതായത് ഇൻ്റർസെപ്റ്റർ മിസൈലുകളാണ്. ഇവയൊക്കെ തന്നെ ഭൂരിഭാഗത്തിനെയും ഇസ്രായേൽ ആക്രമണത്തിൽ തകർത്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുപോലെ തന്നെ സിറിയയ്ക്ക് നിരവധി ഭൂതല മിസൈലുകൾ ഉണ്ടായിരുന്നു. സ്കഡ് മിസൈൽ, അതുപോലെ തന്നെ നൂറുകണക്കിന് ആയിരക്കണക്കിന് റോക്കറ്റുകൾ, അതുപോലെ നിരവധി മിസൈൽ സംവിധാനങ്ങൾ, റോക്കറ്റ് ലോഞ്ചറുകൾ ഇവയൊക്കെ ഉണ്ടായിരുന്നു. ഈ സ്കഡ് മിസൈലിൻ്റെ അടക്കം വമ്പൻ ശേഖരത്തെയാണ് ഇസ്രായേലി വ്യോമസേനയുടെ ആക്രമണം തകർത്ത് തരിപ്പണമാക്കിയത്. അതുപോലെ തന്നെ ഡമാസ്കസിന് സമീപം പ്രവർത്തിക്കുന്ന സിറിയൻ സയൻറ്റിഫിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെൻറ്റർ SSRC നിരവധി ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പരീക്ഷണങ്ങൾ നടത്തുകയും നിരവധി ആയുധങ്ങളും നിരവധി സ്ഫോടക വസ്തുക്കളും നിർമ്മിച്ചെടുക്കുന്നതിൽ വൈദഗ്ധ്യം നേടുകയും ചെയ്ത സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ എല്ലാ പരീക്ഷണ സംവിധാനങ്ങളെയുമാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ ആക്രമണം തകർത്ത് തരിപ്പണമാക്കിയത്. അതുപോലെ കഴിഞ്ഞ ആഴ്ച റഷ്യയുമായുള്ള ഉടമ്പടി പ്രകാരം സിറിയ വാങ്ങിക്കൂട്ടിയതാണ് 30 MiG-29 എയർക്രാഫ്റ്റുകൾ. അതുപോലെ സിറിയയിൽ നിന്ന് നേരത്തെ വാങ്ങിയെടുത്ത 150-ലധികം ഫൈറ്റർ ജെറ്റുകൾ, അതുപോലെ തന്നെ MiG-21 ഫൈറ്റർ ജെറ്റുകൾ, MiG-23 ഫൈറ്റർ ജെറ്റുകൾ, സുഖോയ് Su-22 ഫൈറ്റർ ജെറ്റുകൾ, അങ്ങനെയുള്ള ഫൈറ്റർ ജെറ്റുകളുടെ എല്ലാം വൻ ശേഖരം തന്നെ ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ തകർന്നു. അതുപോലെ 18 മീഡിയം റേഞ്ച് അറ്റാക്ക് Su-24 എയർക്രാഫ്റ്റ്, ആ 24 എയർക്രാഫ്റ്റുകളെയും ഇസ്രായേൽ സേന ആക്രമിച്ചു. അതുപോലെ 50-ലധികം Mi-ML-17 ട്രാൻസ്പോർട്ട് ഹെലികോപ്റ്ററുകൾ സിറിയൻ സൈന്യത്തിൻ്റെ പക്കലുണ്ടായിരുന്നു. അതുപോലെ 30 അറ്റാക്കിംഗ് ഹെലികോപ്റ്ററുകളും ഉണ്ടായിരുന്നു. ഹെലികോപ്റ്ററുകളുടെ ഈ ബേസ് ക്യാമ്പിലേക്ക് തന്നെ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായി. ആ ഹെലികോപ്റ്ററിൽ പലതും ഇനി പ്രവർത്തനക്ഷമമല്ലാത്ത സാഹചര്യത്തിൽ കേടുപാടുകളുണ്ടായി എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അതുപോലെ ഫ്രാൻസിൽ നിന്നും സിറിയ വാങ്ങിയ Mi-ML-24 മോഡൽ ഹെലികോപ്റ്ററുകൾ, ആധുനിക യുദ്ധങ്ങൾക്ക് തന്നെ ഉപയോഗിച്ചിട്ടുള്ള ഹെലികോപ്റ്ററുകൾ. ഈ പറയുന്ന ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഇനി പുനഃസ്ഥാപിക്കാൻ 10 വർഷം ചുരുങ്ങിയത് വേണം, കോടിക്കണക്കിന് $1 മില്യൺ വേണമെന്ന് പറഞ്ഞതും വെറുതെയല്ല. ഒരു മിഖായൻ MiG-35 വിമാനം ഫൈറ്റർ ജെറ്റ് സ്വന്തമാക്കണമെങ്കിൽ, ഒരു MiG-29 വിമാനം സ്വന്തമാക്കണമെങ്കിൽ, നിലവിൽ ഇറാനിൽ നിന്നാണ് അവ സിറിയയ്ക്ക് ലഭിക്കാൻ സാധ്യത. നിലവിൽ അവയിൽ ഒരെണ്ണം സ്വന്തമാക്കണമെങ്കിൽ $70 മുതൽ $80 മില്യൺ വരെ സിറിയയ്ക്ക് ചെലവഴിക്കേണ്ടി വരും. അതുപോലെ തന്നെ സിറിയയ്ക്ക് സ്വന്തമായിരുന്ന എയർക്രാഫ്റ്റുകൾ, ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകളൊക്കെ നിലവിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ $15 മില്യൺ ചെലവ് സിറിയയ്ക്കുണ്ടാകും. സിറിയയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ചെലവഴിക്കുക എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, പഴയ ഒരു സൈനിക വിന്യാസത്തിലേക്ക്, സൈനിക ശേഷിയിലേക്ക് സിറിയയ്ക്ക് തിരികെ വരണമെങ്കിൽ സിറിയയ്ക്ക് 10 വർഷത്തിലധികം എടുക്കും. വൻതോതിൽ പണം സിറിയയ്ക്ക് മുടക്കേണ്ടി വരും. അതിന് ഉള്ള റിസോഴ്സുകൾ സിറിയയ്ക്ക് വളരെ കുറവാണ്. അതേസമയം ഇറാനിൽ നിന്നുള്ള ഫണ്ട് ഇനിയും സിറിയയിലേക്ക് പമ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. റഷ്യ സഹായിക്കും. മറ്റൊരു സൈനിക സഹായം നൽകുന്ന ഒരു രാജ്യം ഉത്തര കൊറിയയാണ്. അങ്ങനെ ഉത്തര കൊറിയയും റഷ്യയും ഇറാനും കൂടി സഹായിച്ചാൽ മാത്രമേ സിറിയയ്ക്ക് പഴയ അവസ്ഥയിലേക്ക് എത്താൻ കഴിയൂ. എങ്കിൽ പോലും അടുത്തൊരു 10 വർഷത്തേക്ക് നിലവിലുണ്ടായിരുന്ന സൈനിക ശേഷി നേടിയെടുക്കാൻ സിറിയൻ ഭരണകൂടത്തിന് കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇസ്രായേൽ സിറിയയിലേക്ക് ഈ 48 മണിക്കൂറിനിടയിൽ 480 എയർ സ്ട്രൈക്കുകളും അതുപോലെ തന്നെ നേവൽ സ്ട്രൈക്കുകളും നടത്തിയത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടും. ഇനി അടുത്ത 10 വർഷക്കാലം സമാധാനത്തോടു കൂടി ഇസ്രായേൽ ജനതയ്ക്ക് ഉറങ്ങണം. ഈ സിറിയ എന്ന രാജ്യത്തിൻ്റെ ശല്യം, ഭീഷണി ഇനി ഇസ്രായേലിന് ഉണ്ടാകരുത്.